എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോയിൽ ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ ഞാൻ ഫേസ് ചെയ്തൊരു കേസിനെ കുറിച്ച് പറയുകയാണ്. ഒരു 3-4 വർഷം മുമ്പാണ് ഒരു ഭാര്യയും ഭർത്താവും എന്നെ കാണാൻ വരുന്നു. അവർ വന്ന് വളരെയധികം ഭാര്യ നല്ലപോലെ ട്രബിൾഡാണ്, ഭർത്താവും തർക്കമില്ലാത്ത രീതിയിൽ ട്രബിൾഡാണ്. അപ്പോൾ ഭാര്യ വന്ന് എന്നോട് പറയുകയാണ്, എൻ്റെ ഭർത്താവ്, അതായത് ആ വന്നിരിക്കുന്ന ആൾ എൻ്റെ 15 വയസ്സായ +1 പഠിക്കുന്ന പെൺകുട്ടിയുമായി ചില അനാവശ്യ ചേഷ്ടകൾ നടത്തുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ ആ ഭർത്താവിനോട് 5 മിനിറ്റ് നേരത്തേക്ക് പുറത്തിരിക്കുവാൻ ആവശ്യപ്പെട്ടു. കാരണം അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പുറത്തിരിക്കാൻ ആവശ്യപ്പെട്ടു. ഭാര്യ കാര്യങ്ങൾ വിശദമായി പറയുകയാണ്. അതായത് മകളുടെ കംപ്ലൈൻ്റ് ആണ്. മകളാണ് അമ്മയോട് ഇതിനെക്കുറിച്ചിട്ടുള്ള കംപ്ലൈൻറ്റ് പറയുന്നത്. അച്ഛൻ ഞാൻ രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ എൻ്റെ റൂമിലേക്ക് വരുന്നു, എന്നെ തലോടുന്നു, എൻ്റെ പ്രൈവറ്റ് പാർട്ടിലൊക്കെ തൊടുന്നു. ഞാനിത് അറിയുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. കുറേ നേരം അങ്ങനെ ഇരുന്ന് എന്നെ നോക്കുന്നു. പിന്നീട് 1-2 വട്ടം എൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ തൊടുന്നു. അതിനുശേഷം എഴുന്നേറ്റ് പോകുന്നു. ആദ്യമെല്ലാം മകൾ ഇത് സഹിച്ചു. അച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് മകൾ അച്ഛനോടത് പറയാത്ത അല്ലെങ്കിൽ അച്ഛനോട് പ്രതികരിക്കാതിരിക്കാൻ ശ്രമിച്ചു. പിന്നീട് ആ കുട്ടി അമ്മയോട് പറയുകയാണ്, ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഒരു 10-20 പ്രാവശ്യമായി 10-20 രാത്രികളിലായി ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. തുടർച്ചയായിട്ടല്ല, ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടാണ് സംഭവിക്കുന്നത്. ഈ അമ്മ ഇതെന്നോട് കരഞ്ഞ് പറയുകയാണ്, മകൾ അച്ഛനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കാരണം അച്ഛൻ എന്ത് വിചാരിക്കും, അച്ഛൻ ഇത് വളരെ ആഘാതമായിട്ട് എടുക്കുമോ എന്നൊക്കെയാണ് മകൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് മകൾ അച്ഛനോട് നേരിട്ട് പ്രതികരിച്ചിട്ടില്ല, അമ്മയോട് കംപ്ലൈൻറ്റ് പറയുകയാണ് ചെയ്തത് എന്നാണ് അമ്മ പറയുന്നത്. അതിനുശേഷം ഞാൻ അച്ഛനെ അകത്തേക്ക് വിളിച്ചു. അച്ഛനോട് സംസാരിക്കുമ്പോൾ അച്ഛൻ പറയുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങൾ സാർ കേൾക്കണം, അമ്മയെ ഒന്ന് പുറത്തേക്ക് ഇരുത്തണം എന്ന് പറഞ്ഞു. ഞാൻ അമ്മയെ പുറത്തേക്ക് ഇരുത്തി. അച്ഛൻ എന്നോട് പറയുകയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ ഭാര്യ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നില്ല. ഞാൻ രാത്രി മകൾ ഉറങ്ങുമ്പോൾ മകളുടെ അടുത്ത് പോയി ഇരിക്കാറുണ്ട്, മകളെ വാത്സല്യത്തോടു കൂടി തലോടാറുണ്ട്, മകൾക്ക് മുഖത്ത് ഉമ്മ കൊടുക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. ഞാൻ ഈ ചെയ്യുന്നതെല്ലാം മകളോടുള്ള വാത്സല്യത്തിൻ്റെ പേരിലാണ്, അതല്ലാതെ സെക്ഷുവലായി എനിക്ക് യാതൊരു താല്പര്യവും അതിലില്ല എന്ന് അച്ഛൻ സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. റിപ്പീറ്റഡ്ലി അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാറ് തൻ്റെ ഭാര്യയോട് പറയണം, എൻ്റെ മകളെ വിളിച്ച് മകളോട് പറയണം, എനിക്കിത് ഇതിൽ സെക്ഷുവലായ യാതൊരു താല്പര്യവുമില്ല, എനിക്ക് മകളോട് വാത്സല്യം മാത്രമേ ഉള്ളൂ, അത് അവർ മനസ്സിലാക്കുന്നില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. പിന്നീട് ഞാൻ 2 പേരെയും അകത്തേക്ക് വിളിച്ചു, ഭാര്യയെയും അകത്തേക്ക് വിളിച്ചു. 2 പേരോട് അവരെ സംസാരിക്കുകയാണ്. എനിക്ക് മകളെ കാണാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നു, മകൾ വരില്ല. കാരണം അച്ഛനെ കുറിച്ചിട്ടുള്ള ഒരു പ്രശ്നം വേറൊരാളോട് പറയുവാൻ മകൾ ആഗ്രഹിക്കുന്നില്ല, മകൾ വരില്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അച്ഛനെ ഒന്ന് പുറത്തേക്ക് അയച്ചിട്ട് ഭാര്യയോട് പറയുകയാണ്, ഇങ്ങനെയാണ് ഭർത്താവ്, അതായത് ഇദ്ദേഹത്തിൻ്റെ ഭർത്താവ് ക്ലാരിഫൈ ചെയ്യുന്നത്. എനിക്ക് സെക്ഷുവലായി യാതൊരു താല്പര്യവും അതിലില്ല. ഞാൻ എൻ്റെ മകളുടെ അടുത്ത് പോയി ഇരിക്കാറുണ്ട്, അവളെ തലോടാറുണ്ട്, അവൾക്ക് മുഖത്ത് ഉമ്മ കൊടുക്കാറുണ്ട്, നെറ്റിയിൽ ഉമ്മ കൊടുക്കാറുണ്ട്, അത് വാത്സല്യത്തിൻ്റെ പേരിലാണ്, അതല്ലാതെ വേറെ ഒന്നുമില്ല എന്നാണ് അച്ഛൻ പറയുന്നത് എന്ന് അമ്മയോട് പറയുകയാണ്. ഞാൻ അമ്മയോട് ചോദിച്ചു, മകൾ ഇതെല്ലാം താങ്കളോട് പറഞ്ഞതാണോ എന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. അമ്മ പറഞ്ഞു, അതെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. മകളെ കൊണ്ടുവരാൻ സാഹചര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ശരി, വേണ്ട, മകൾ എന്നോട് ഫോണിലൂടെയെങ്കിലും ഒന്ന് സംസാരിപ്പിച്ചൂടെ, യാഥാർത്ഥ്യം അറിയണമല്ലോ, എന്താണ് സംഭവം എന്നറിയണം. അപ്പോൾ അത് നമ്മൾ മകളോട് സംസാരിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്തെങ്കിലും കാരണം കൊണ്ടൊരു പക്ഷേ നമ്മൾ എല്ലാ വശങ്ങളും അന്വേഷിക്കണമല്ലോ. എന്തെങ്കിലും കാരണം കൊണ്ട് മകൾക്ക് അച്ഛനോട് ദേഷ്യം തോന്നി, അതല്ലെങ്കിൽ ദേഷ്യം തോന്നിയതിനു ശേഷം മകൾ അച്ഛനെ കുറിച്ചിട്ടുള്ള ഇങ്ങനെയൊരു ആരോപണം അമ്മയോട് പറയുകയാണോ എന്നറിയണം. അതേപോലെ നേരെ തിരിച്ച് മകൾ ആക്ച്വലി ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഭർത്താവിനോട് ഈ അമ്മയ്ക്ക് തോന്നുന്ന സംശയങ്ങൾ അതിൽ ഈ രൂപത്തിൽ ഞങ്ങളോട് വരികയാണോ എന്ന് ഞങ്ങൾക്ക് അറിയണം. അപ്പോൾ യാഥാർത്ഥ്യം അറിയണമെന്നുണ്ടെങ്കിൽ മകളോടും കൂടി സംസാരിച്ച് മകൾ പറയുന്നതും കൂടി കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി
അതാണ് യാഥാർത്ഥ്യം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ അമ്മയോട് പറഞ്ഞു മകളിനോട് സംസാരിക്കാൻ എനിക്ക് സാഹചര്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു മകൾ നേരിട്ട് വരില്ല, എന്തായാലും ഒന്ന് പോയി ഞാൻ വീട്ടിൽ പോയി സംസാരിച്ച് നോക്കാം, മകളോട് ഫോണിലെങ്കിലും സംസാരിക്കാൻ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം അമ്മേനോട് ഫോണിൽ വിളിച്ച് പറയുകയാണ് മകൾ ഫോണിൽ വിളിച്ച് സംസാരിക്കുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അന്ന് വൈകുന്നേരം ആ കുട്ടിക്ക് സമയം കൊടുത്തു. വൈകുന്നേരം ആ കുട്ടി ഒരു 15 മിനിറ്റ് നേരം ഫോണിലൂടെ എന്നോട് സംസാരിച്ചു. ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് മകൾ പറഞ്ഞത്. ഈ ഡിസ്റ്റർബൻസിന്റെയും ബുദ്ധിമുട്ടിന്റെയും കാര്യങ്ങൾ പറഞ്ഞു. 10-20 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചതായും എന്നോട് പറഞ്ഞു. ഇതിൽ സെക്ഷനായി ഒന്നുമില്ല എന്ന് അച്ഛൻ പറയുന്നത് ടോട്ടലി വാസ്തവ വിരുദ്ധമാണ്. കാരണം കൃത്യമായി എനിക്ക് മനസ്സിലാവും, എനിക്ക് 15 വയസ്സായി, സെക്സിനെ കുറിച്ചും ഈ സെക്ഷൽ ഓർഗൻസിനെ കുറിച്ചും എല്ലാം എനിക്ക് നല്ലപോലെ അറിയാം. അച്ഛൻ കൃത്യമായി ഇത്തരം ഭാഗങ്ങളിൽ, അനാവശ്യ ഭാഗങ്ങളിൽ തൊടുന്നുണ്ട്, തലോടുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി എനിക്ക് പറയാൻ കഴിയും. അപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ ഫസ്റ്റ് ടൈം അച്ഛൻ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മോൾ ഇതിനെതിരെ 1-2 ശബ്ദമുയർത്തിയിരുന്നുവെങ്കിൽ, അച്ഛനോട് കയർത്തിരുന്നുവെങ്കിൽ, ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ അച്ഛൻ ഈ ഒരു രീതി തന്നെ ഉപേക്ഷിച്ചേനെ. അതെന്താ മോളെ അങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ മോൾ കൃത്യമായി പറഞ്ഞു, എനിക്ക് അച്ഛനെ വളരെയധികം ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അച്ഛന് വളരെയധികം മാനസികാഘാതം ഉണ്ടാകുമോ, അതിൻ്റെ പേരിൽ അദ്ദേഹം വേറെന്തെങ്കിലും ചെയ്തു കളയുമോ എന്നെല്ലാമുള്ള പേടി എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രതികരിച്ചില്ല എന്നേ ഉള്ളൂ. പക്ഷെ എൻ്റെ പ്രശ്നം ആരോടെങ്കിലും പറയണ്ടേ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഉപദ്രവിച്ചു എന്ന് പറയാൻ കഴിയില്ല, പക്ഷെ തലോടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതൊരു വളരെയധികം സങ്കീർണമായ ഒരു പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം ഇദ്ദേഹം ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല. മകൾ സ്ട്രോങ് ആയി ഇദ്ദേഹത്തിനെതിരെ പറയുന്നു. പക്ഷെ ഞങ്ങളോട് ഒരു കംപ്ലൈന്റ് രൂപത്തിലല്ല പറയുന്നത്. ഇതൊരു സെക്ഷൽ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആയിട്ടല്ല ആ കുട്ടി കാണുന്നത് സെക്ഷൽ ഒഫൻസ്, അതായത് അത്രയധികം ബുദ്ധിമുട്ടേറിയ സംഭവമായിട്ട് കാണുന്നില്ല. ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നമാണ്, ഞങ്ങൾ പരിഹരിച്ചോളാം. അതിന് 3ാമത് ആളുടെ ഒരു സഹായം മാത്രമാണ് ചോദിക്കുന്നത്. അതല്ലാതെ പോലീസിലേക്ക് പോകാനോ കംപ്ലൈന്റ് കൊടുക്കാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല. ഇതിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള അത്തരം ചിന്തകളുമില്ല. ഇത് അവരുടെ കുടുംബത്തിനകത്ത് ഒതുക്കി തരണം. അതിന് തക്കവണ്ണം ഒരു സൈക്കോളജിസ്റ്റിന്റെ സമീപനം, ഒരു ഇന്റർഫിയറൻസ് ആവശ്യമാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത 2-3 ദിവസം കഴിഞ്ഞിട്ട് അച്ഛനെ മമ്മയെയും വിളിപ്പിക്കുകയാണ്. അവരെ വിളിപ്പിച്ച് ഞാൻ അച്ഛനോട് ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. അപ്പോൾ ഈ മകൾ എന്നോട് സംസാരിച്ച വിഷയം അച്ഛൻ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നുകൂടി അദ്ദേഹം സബ്ഡ്യൂ ആയി, താണു. അദ്ദേഹം എന്നോട് വന്ന് മാപ്പ് പറയുകയാണ്. ശരിയാണ് സാർ, ഞാൻ അങ്ങനെ ചെയ്തു, പക്ഷേ 2 പ്രാവശ്യമേ ചെയ്തിട്ടുള്ളൂ. മകൾ പറഞ്ഞതുപോലെ 10-20 പ്രാവശ്യമൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇതിവിടെ ഡിനയൽ ഗെയിമാണ് അദ്ദേഹം കളിക്കുന്നത് എന്ന് സംഭവം മനസ്സിലായി. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ടതിന് ശേഷം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആദ്യം പറഞ്ഞത് തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. പിന്നീട് ബോധ്യപ്പെട്ടപ്പോൾ പറയുന്നത് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇവർ പറയുന്ന പോലെ അത്ര ഭീകരമായ രീതിയിലല്ല, വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ടോട്ടലി ഡിനയൽ, ഞാനത് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കുറച്ചേ ചെയ്തിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുകയാണ്, പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിനോട് ഒറ്റയ്ക്കിരുന്ന് അദ്ദേഹവുമായി ഞങ്ങൾ 2 പേരും മാത്രമുള്ള മുറിയിൽ അദ്ദേഹത്തിനോട് ഭംഗിയായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഈ ഡിനയലാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്യാൻ സാഹചര്യമില്ല, എനിക്ക് വളരെ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയില്ല എന്നെല്ലാം ചിന്തിക്കുന്നത് വഴി ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഏത് തെറ്റ് ചെയ്താലും ആ തെറ്റിനെ ന്യായീകരിക്കാൻ നമ്മൾ പോംവഴികൾ കണ്ടെത്തിക്കൊണ്ടിരുന്നാൽ തെറ്റ് തെറ്റാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള അവസ്ഥ വരും. തെറ്റ് തെറ്റാണ് എന്ന് നമ്മൾ അംഗീകരിക്കാത്ത അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായും ഞാനത് തിരുത്താൻ ശ്രമിക്കില്ല. ഞാൻ ചെയ്ത തെറ്റ് തെറ്റാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ മാത്രമേ എനിക്കത് തിരുത്താൻ കഴിയുള്ളൂ. അതേപോലെ ഈ വ്യക്തി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അതല്ലെങ്കിൽ ആ തെറ്റിന്റെ വ്യാപ്തിയിലില്ല എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുവാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങൾ ചെയ്തത് തെറ്റാണ്, നിങ്ങളുടെ മനസ്സും കുറേ ദിവസമായി മാനസിക സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അതിന് കാരണം നിങ്ങൾ ഈ ഡിനയൽ മോഡിലായതുകൊണ്ടാണ്. ഈ ഡിനയൽ മോഡ് എന്ന് പറയുന്നത് വളരെയധികം നമ്മുടെ മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മൾ വളരെയധികം ഗിൽട്ടിയാണ്.
ആ ഗിൽറ്റി കോംപ്ലക്സ് നമ്മളെ കാർന്നു തിന്നും. തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കുറച്ചേ ചെയ്തിട്ടുള്ളൂ എന്ന്. ഈ ഡിനയൽ മോഡ് നമുക്ക് ഗിൽറ്റി ഫീലിങ്സ് ഉണ്ടാക്കും, കുറ്റബോധം. ആ കുറ്റബോധം നമ്മുടെ ഉള്ളിൽ കിടന്ന് നമ്മളെ കാർന്നു തിന്നും. അപ്പോൾ ഇത് ഒഴിവാക്കാനുള്ള ബെസ്റ്റ് വഴി എന്നുള്ളത് ആദ്യം നമ്മൾ ചെയ്ത തെറ്റ് അംഗീകരിക്കുക. ആ തെറ്റ് അംഗീകരിച്ചതിന് ശേഷം ആ തെറ്റ് ചെയ്തത് ഞാനാണെന്നും ഇനി അങ്ങോട്ട് ആ തെറ്റ് ആവർത്തിക്കില്ല എന്നുമുള്ള സ്ട്രോങ് ആയ ഒരു തീരുമാനം എടുക്കാൻ നമ്മളെ കൊണ്ടാവണം. അങ്ങനെ ചെയ്താൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ഈ തെറ്റ് തിരുത്താനാവും. പിന്നെ നമ്മളുടെ സാധാരണ ജീവിതത്തിലേക്ക് നമുക്ക് വരാനാവും. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ഈ വിഷയത്തിൽ. പിന്നീട് 2-3 ഈ തെറാപ്പി മെത്തേഡ്സും ഞാൻ പറഞ്ഞു കൊടുത്തു. ഏകദേശം 3 ആഴ്ചയ്ക്ക് ശേഷം ഈ സംഭവങ്ങളെല്ലാം പതിയെ പതിയെ തണുത്തില്ലാതാവാൻ തുടങ്ങി. മോളുടെ അവസ്ഥയിലും ഒരല്പം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. ഒരു മുറിവ് ആ കുട്ടിയുടെ മനസ്സിലുണ്ട്, അത് അത്ര പെട്ടെന്ന് ഉണങ്ങില്ല. ഒരു പക്ഷേ ജീവിതകാലത്തേക്ക് ഉണങ്ങി എന്ന് വരില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥയെയും മാനിച്ച്, ഈ അച്ഛൻ്റെ മാനസികാവസ്ഥയെയും അമ്മയുടെ മാനസികാവസ്ഥയും എല്ലാം മാനിച്ച്, ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ആ കുടുംബ ബന്ധത്തിൽ ഒരു തരക്കേടില്ലാത്ത ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് ഈ അച്ഛൻ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. അതേപോലെ പിന്നീട് ഞാൻ മകളോട് ഫോണിൽ സംസാരിച്ചപ്പോൾ മകൾ പറഞ്ഞു, 2-3 മാസം കഴിഞ്ഞിട്ട് മകൾ പറഞ്ഞു, വളരെ സന്തോഷം സാർ, അതിനുശേഷം അച്ഛൻ്റെ സൈഡിൽ നിന്നും അങ്ങനെ ഒരു ചേഷ്ട ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, അച്ഛനോട് പണ്ടത്തെക്കാളും സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത്. എന്നെ തൊടാറോ എൻ്റെ ശരീരത്തെ കൈവയ്ക്കുകയോ ചെയ്യാറില്ല. കുറച്ച് മാറി നിന്ന് ജാഗ്രതയോടുകൂടി മാത്രമേ എന്നോട് ഇടപഴകാറുള്ളൂ. എനിക്ക് വളരെയധികം സന്തോഷമായി. എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്നേഹം തിരിച്ചു കിട്ടി. എൻ്റെ ഒറിജിനൽ അച്ഛനെയും എനിക്കിപ്പോൾ തിരിച്ചു കിട്ടിയതായി തോന്നുന്നു എന്ന് ആ പെൺകുട്ടി എന്നോട് വളരെ നന്ദി പറയുകയും ചെയ്തിരുന്നു. ഈ കേസ് സ്റ്റഡി, ഇതൊരു കേസ് സ്റ്റഡിയാണ്, അനുഭവമാണ്. ഇത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് തെറ്റ് ചെയ്യുന്നവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏത് തെറ്റ് ചെയ്താലും, ഇതുമാതിരിയുള്ള തെറ്റല്ല ഞാൻ പറയുന്നത്, ഏത് തെറ്റ് ചെയ്താലും ഗിൽറ്റി കോംപ്ലക്സ് നമ്മുടെ മനസ്സിനെ കാർന്നു തിന്നും. അപ്പോൾ ഗിൽറ്റ് ഉണ്ടാവാതിരിക്കാൻ, കുറ്റബോധം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ അംഗീകരിക്കുക. അങ്ങനെ അംഗീകരിച്ച് അത് തിരുത്തും എന്നുള്ള ഒരു സ്ട്രോങ് ആയ തീരുമാനമെടുക്കുക. അതിന് തക്കതായിട്ടുള്ള തിരുത്താൻ ആവശ്യമായ കാര്യങ്ങൾ ഒന്നുകിൽ സ്വയം ചെയ്യുക, അതല്ലെങ്കിൽ ഏതെങ്കിലും മനഃശാസ്ത്രജ്ഞന്റെ രീതിയിൽ ചെയ്യുക. നല്ല മാറ്റമുണ്ടാവും, ഗിൽറ്റ് കോംപ്ലക്സ് ഇല്ലാതാവും, നമ്മൾ തെറ്റ് തിരുത്തും. പിന്നീട് നമ്മുടെ സ്വാഭാവികമായ രീതിയിലേക്ക് നമ്മൾ പെരുമാറാൻ തുടങ്ങുകയും ചെയ്യും.